ഇറാൻ ഇസ്രയേൽ സംഘർഷം നിലനിൽക്കുമ്പോൾ ഇറാൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. CNN ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാനെ ചർച്ചകളിലേക്ക് തിരികെ എത്തിക്കാൻ അമേരിക്ക വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചതായും CNN റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കയുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ പദ്ധതിയില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിംഗ്. ഇപ്പോ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പറയുന്നു. ഒപ്പം തന്നെ ഇറാനെ ഒരു ആണവ കരാറിലേക്ക് കൊണ്ടുവരാൻ പല വാഗ്ദാനങ്ങളും അമേരിക്ക നൽകിയിരുന്നുവെന്ന് CNN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തല്ലോ. മുൻപ് പലതവണ ഈ CNN മാധ്യമപ്രവർത്തകരെയും റിപ്പോർട്ടുകളെയും ഒക്കെ തള്ളിക്കളഞ്ഞ ആൾ കൂടിയാണല്ലോ ഡൊണാൾഡ് ട്രംപ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഈ പറഞ്ഞതെല്ലാം വാസ്തവമാണ്. കാര്യം മാധ്യമങ്ങളും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അത്ര രസത്തിലല്ല എല്ലാ കാലത്തും. ഇപ്പോൾ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ബോംബറുകൾ നടത്തിയ ആക്രമണത്തിൽ വിവാദം ഈ കത്തിപ്പടരവെ ഇതാദ്യമായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയാണ്. ഞായറാഴ്ച പുലർച്ചെ നടത്തിയ ഈ ബോംബർ ആക്രമണങ്ങളിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുകയാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ വന്ന് പറയുകയാണ്. അബ്ബാസ് അരാഗ്ചിയാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള ഒരു സഹകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള ഒരു ബില്ലിന്റെ ഒരു അംഗീകാരം നൽകുന്നതിന്റെ ഇടയിലായിരുന്നു ഈ അബ്ബാസിയുടെ പരാമർശം എന്നാണ് ഏറെ ശ്രദ്ധേയം. ആണവ നിലയങ്ങളുടെ ഈ നാശനഷ്ടങ്ങളൊക്കെ വിലയിരുത്തുവാൻ അന്താരാഷ്ട്ര ആണവ ഏജൻസി ഉദ്യോഗസ്ഥർ വരണമോ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന നാശനഷ്ടങ്ങൾ അവരെ നേരിട്ട് അറിയിക്കണമോ എന്നുള്ളത് ഇറാൻ പാർലമെന്റ് ആയിരിക്കും അന്തിമമായി തീരുമാനിക്കുക എന്നും അദ്ദേഹം പറയുന്നു. അതേസമയം അമേരിക്കയും ഇറാനും അടുത്തയാഴ്ച ആണവ കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നലത്തെ പ്രഖ്യാപനം അബ്ബാസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിലവിൽ അത്തരം ആലോചനകളൊന്നും ഇറാൻ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം നിലനിൽക്കുമ്പോൾ ഇറാൻ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റീജിത്ത് പറഞ്ഞതുപോലെ സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ ആണവ പദ്ധതി നിർമ്മിക്കുന്നതിനായിട്ട് ഇറാന് ഏതാണ്ട് $30 ബില്യൺ വരെ നൽകി സഹായിക്കുക, അതുപോലെ സാമ്പത്തിക ഉപരോധങ്ങൾ ഒരുപാട് ഇറാൻ നേരിടുന്നുണ്ട്, അത് ലഘൂകരിച്ചു കൊടുക്കുക, ഇറാന്റെ വിദേശ ബാങ്കുകളിലുള്ള നിയന്ത്രിത ഇറാനിയൻ ഫണ്ടുകളുണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സ്വതന്ത്രമാക്കി കൊടുക്കുക എന്നിവയെക്കുറിച്ചെല്ലാം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി ഇതിന്റെ ഇടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇറാനെ ഈ ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്ക് നേരെ നടത്തിയ ഈ US വ്യോമാക്രമണം സംബന്ധിച്ച് പെന്റഗൺ പുറത്തുവിട്ട ഇന്റലിജൻസിന്റെ പ്രാഥമിക വിലയിരുത്തലുകൾ US കോൺഗ്രസിലെ ഡെമോക്രാറ്റുകൾ ചോർത്തിയതായിട്ടുള്ള ഒരു ആരോപണവുമായി പ്രസിഡന്റ് ട്രംപ് വന്നിരിക്കുക. ഈ ചോർത്തിയവരെ കുറ്റവിചാരണ ചെയ്യണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണ, റീജിത്ത്. കൊട്ടാരക്കര, ഈ ഇന്ത്യയുമായി ഒരു വലിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാകും എന്ന ട്രംപിന്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുന്നുണ്ട്, ചർച്ചയാവുന്നുണ്ട്. നേരത്തെ ചൈനയുമായി ഉണ്ടാക്കിയ കരാർ, അതിന് പിന്നാലെ ഇന്ത്യയുമായും വലിയൊരു വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന ട്രംപിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത്, മധു? ഈ താരിഫ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് വിവിധ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ പേര് എടുത്തു പറഞ്ഞ് ഹാർലി ഡേവിഡ്സൺ പോലുള്ള വാഹനങ്ങളുടെയൊക്കെ ഉയർന്ന നികുതി എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതും നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന സമയത്താണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ തുടർന്ന് ഇന്ത്യയും അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്ന് തന്നെ ആരംഭിച്ചതാണ്. അതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കേണ്ടതായിട്ട് ഇരിപ്പുണ്ട്. ചൈനയുമായിട്ടൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് ഇന്ത്യയുമായിട്ടും ആ താരിഫിൽ ഒരുമിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ല എന്ന കാര്യം ഇറാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. മധു കൊട്ടാരക്കര കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു.